എല്ലാവരും വരിക. ഞാൻ നിൽക്കുന്നത് പറണ്ണ ബീച്ചിലാണ്. പറണ്ണ ബീച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരൂരിൽ നിന്ന് വരികയാണെങ്കിൽ നേരെ പൂങ്ങോട്ടും വരിക. പൂങ്ങോട്ടിൽ നിന്ന് സ്ട്രൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പറണ്ണ ബീച്ചിൽ ഏകദേശം ഒരു 5 കിലോമീറ്റർ. ഈ പറണ്ണ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വെക്കേഷൻ ടൈമിലും ഇവിടെ നല്ല ക്രൗഡായിരിക്കും. പൊതുവെ ക്രൗഡാണ്, പക്ഷേ എങ്കിലും സൺഡേ ആണെങ്കിലും അതേപോലെ ഈദ് അങ്ങനെ ഓണം എല്ലാ ടൈമിലും ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇവിടുത്തെ വണ്ടിൻ്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീച്ച് മുതൽ ഏകദേശം ഒരു തിരൂര് വരെയൊക്കെ പൂങ്ങോട്ടിന് വരെയൊക്കെ ബ്ലോക്ക് ഉണ്ടാവും. അത്രയും നല്ല തിരക്ക് പിടിച്ചൊരു ഫാമിലിക്കായിട്ട് നല്ല വിശ്വസിച്ചിരിക്കാൻ പറ്റിയൊരു ഏരിയ കൂടെ ഉണ്ടാവും. വേറെ ബീച്ചാണ്. ആ നൗഫൽ തിരൂർ അടിച്ചാൽ തിരൂര്. ആ ഓക്കെ. ഓ നമ്മളെ ചാനലിൻ്റെ പേര് വെച്ചാണ്. അപ്പോൾ എല്ലാവരും ഈ പറണ്ണ ബീച്ചിൽ വരാത്തവരാരും ഉണ്ടാവില്ല, പക്ഷെ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും വന്നൊന്ന് വിസിറ്റ് ചെയ്യുക. നല്ലൊരു ബീച്ചാണ്. അങ്ങനെ പ്രശ്നമൊന്നുമില്ലാത്ത ബീച്ചിനുള്ള എല്ലാവരും നല്ല സഹകരണത്തോടെ നിൽക്കുന്ന ഒരു കൂട്ടായ്മയുള്ളൊരു ആൾക്കാരും കൂടിയാണ് ഇവിടെ ഈ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ എവിടെ നിന്നായിരുന്നു പറഞ്ഞു? തിരൂര് മുറിവഴിക്കല്ലേ? ആ ഇംഗ്ലീഷിലൊക്കെ പോകണ്ടേ? അതുകൊണ്ട് ആദ്യം നിങ്ങളെ നമുക്ക് മലയാളീസിനെ കിട്ടുന്നു. നിങ്ങൾ എവിടുന്ന് വരുന്നത്? പറയണ എവിടെയാണ്? ഹൈസ്കൂളിന്റെ മുമ്പിലാണ്. എങ്ങനെയുണ്ട് പറയണ വെച്ച്? അടിപൊളിയാ. ഫാമിലിയൊക്കെ വന്നിരിക്കാൻ ഒരാളവിടെ മാറിക്കുന്നുണ്ട്. ഞാൻ വിടൂല. ഒരു ഫാമിലി വന്നിട്ടില്ല. അപ്പൊ ഫാമിലി കുട്ടികളല്ലേ? അപ്പൊ വൈഫിനെ വീട്ടിലിരുത്തി കണ്ട് നിങ്ങള് കുട്ടികളായിട്ട് ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയല്ലേ? വൈഫിന് വേറെ വിട്ടോ ഇറങ്ങി? പറവണ്ണ ബീച്ചിലാണ്. ഇവിടെ പെരുന്നാളാകുമ്പോ പ്രത്യേക ഒരു ക്രൗഡ് കൂടുതൽ അല്ലെങ്കിലും ഉണ്ട്. എല്ലാവരും വരിക. ഇനി ഒരാഴ്ച ഫുൾ ഇതിന്റെ ഇതിലാവും. എല്ലാവരും പെരുന്നാളിന്റെ ഇതിലാവും. അപ്പം എല്ലാവരും വരിക ബീച്ചിലേക്ക്.